വ്ളോഗ് വളരെ സ്പെഷ്യലാണ്. ബിക്കോസ് വി ആർ അറ്റ് ദ ലെജൻഡറി ബേലൂർ മഠ്. സ്വാമി വിവേകാനന്ദയുടെ വലിയ സ്വപ്നമായ ഈ പ്ലേസ് രാമകൃഷ്ണ മിഷൻ്റെ ആത്മാവാണെന്ന് വേണമെങ്കിൽ പറയാം. 1897 സ്വാമി വിവേകാനന്ദ സ്ഥാപിച്ചൊരു സംഘടനയാണ് രാമകൃഷ്ണ മിഷൻ ഇൻ ഓർഡർ ടു ഓണർ ഹിസ് ഗുരു ശ്രീ രാമകൃഷ്ണ പരമഹംസ. അവരുടെ മെയിൻ എയിം വാസ് സ്പ്രെഡിങ് സ്പിരിച്വാലിറ്റി, എഡ്യൂക്കേഷൻ ആൻഡ് സർവീസ് ടു ഹ്യൂമാനിറ്റി. ഈ ബേലൂർ മഠത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ഥിതി ചെയ്തിരിക്കുന്നത് ഹൂഗ്ലി റിവറിൻ്റെ സൈഡിലാണ്. കൽക്കട്ടയിലെ ഒരു മെയിൻ റിവറാണ് ഹൂഗ്ലി. നല്ല എന്താ പറയുക, എസ്തെറ്റിക് ആയിട്ടുള്ളൊരു വ്യൂ ആണ് ആ റിവറിൽ നിന്ന് ഇത് കാണാൻ. ഇവിടുത്തെ മെയിൻ ടെമ്പിൾ വളരെ അട്രാക്റ്റീവാണ്. ആൻഡ് സ്വാമി വിവേകാനന്ദ ഹിംസെൽഫ് കോൺസെപ്ച്വലൈസ് ദ ഡിസൈൻ ഓഫ് ദിസ് ടെമ്പിൾ. അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന ആശയം എന്ന് പറയുന്നത് സകല മതങ്ങളുടെയും ഐക്യം. അതാണ് ഇവിടുത്തെ ശില്പകലയിൽ കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ മോസ്റ്റ് പീസ്ഫുൾ ആൻഡ് ഇൻസ്പയറിംഗ് സൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രസൻസ് ഓഫ് ദ മോങ്സ്, അതായത് ബേലൂർ മഠത്തിലെ സന്യാസിമാർ. കുറേ സന്യാസിമാരുണ്ട് അവിടെ. ഇവരുടെ ഒരു ജീവിതം തന്നെ ഒരു എക്സാമ്പിളാണ് ഫോർ സിംപ്ലിസിറ്റി, ഡിവോഷൻ ആൻഡ് സർവീസ്. ഞങ്ങൾ നെക്സ്റ്റ് പോയത് വാസ് ടു എ പ്ലേസ് ഫിൽഡ് വിത്ത് ലവ്, കമ്പാഷൻ ആൻഡ് സെൽഫ്ലെസ് സർവീസ്, ദ മദർ ഹൗസ്. അതായത് മദർ തെരേസയുടെ താമസ സ്ഥലവും മിഷണറി പ്രവർത്തനങ്ങളുടെ നെർവ് സെൻറ്ററും. This is the global headquarters of the Missionaries of Charity, the organization founded by Saint Teresa of Calcutta in 1950. മദർ തെരേസയുടെ ടോംബിൻ്റെ അടുത്ത് മാത്രമേ ഫോട്ടോഗ്രാഫി അലൗഡ് ഉള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു ഏരിയ മാത്രം കവർ ചെയ്തത്. ഇതൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു പ്ലേസ് അല്ല. ഇറ്റ്സ് എ സൈലൻറ്റ്, സിമ്പിൾ ആൻഡ് ഒരു ഡിവൈൻ പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. ഹിസ്റ്ററി ഇമ്പോർട്ടൻസ് ഉള്ള മറ്റൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പിന്നെ പോയത്, നേതാജി ഭവൻ. ഇതൊരു മസ്റ്റ് സീ സ്പോട്ടാണ് ഫോർ എനി വൺ ഹു ലവ്സ് ഫ്രീഡം സ്ട്രഗിൾ സ്റ്റോറീസ്, ബിക്കോസ് എവറിത്തിങ് റിലേറ്റഡ് ടു നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇസ് ഹിയർ. ലൈക്ക് അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ്, പേഴ്സണൽ ഐറ്റംസ്, പിന്നെ പണ്ടെഴുതിയ ലെറ്റേഴ്സ്, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ കാണാൻ കിട്ടും. ഈവൻ ഹിസ് ബെഡ്റൂം, ഓഫീസ്, എവറിത്തിങ്. അകത്തേക്ക് ആക്ച്വലി ഫോട്ടോസ് ഒന്നും എടുക്കാൻ അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് പുറത്ത് മാത്രമേ നമ്മൾ ഫോട്ടോസ് എടുത്തിട്ടുള്ളൂ. ഈവൻ വൺ ഓഫ് ദ ഹൈലൈറ്റ്സ് വാസ് ദ കാർ വിച്ച് ഹി യൂസ് ടു എസ്കേപ്പ്. അദ്ദേഹം എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു കാറ്, അതായത് ബ്രിട്ടീഷ് സർവൈലൻസിൻ്റെ ടൈമിൽ എസ്കേപ്പ് ആവാൻ വേണ്ടി യൂസ് ചെയ്ത കാറും അവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഓൾ ദീസ് വേ കൈൻഡ് ഓഫ് ഗിവിങ് എ ബിറ്റ് ഓഫ് ഗൂസ് ബംസ്, യു നോ. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേതാജിയുടെ ഫാമിലി വാസ് വൺ ഓഫ് ദ റിച്ചസ്റ്റ് ഇൻ ബംഗാൾ അറ്റ് ദാറ്റ് ടൈം. അതായത് 1909 ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 3 സ്റ്റോറി ബിൽഡിംഗ് ഉണ്ടാക്കിയത്. അവർ അത്രയും റിച്ച് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു.